എനിക്ക് ഓരോ വിഷയം വരുമ്പോൾ പോലും അവൻ അങ്ങനെയല്ല എന്ന് പറഞ്ഞ്, കാരണം ഓരോ വ്യക്തികളെക്കുറിച്ചും നല്ല ധാരണയുള്ള ഒരാളാണ് ശ്രീനേട്ടൻ. എനിക്ക് നമ്മളൊന്നും ആലോചിച്ച് നോക്കൂ, എത്ര തരത്തിലുള്ള കഥകൾ, എന്തോരം കഥാപാത്രങ്ങൾ സൃഷ്ടിച്ചു, എത്ര രീതിയിൽ അദ്ദേഹം അഭിനയിച്ചു. 2 സിനിമ ഡയറക്റ്റ് ചെയ്തുള്ളെങ്കിലും ആ സിനിമയ്ക്ക് അതിൻ്റെതായ ഒരു മൈൽ സ്റ്റോൺ പോലെ ആ സിനിമ രണ്ടും എടുത്തു വെക്കുക എന്ന് പറയില്ലേ. അപ്പോൾ എല്ലാ തരത്തിലും നോക്കുമ്പോൾ നമ്മളെ വിട്ടുപോയത് എടുത്തു പറയേണ്ട ഒരു ലെജൻഡാണ്. പെട്ടെന്നൊരു ഇൻസിഡന്റ് ഏതെങ്കിലും ശ്രീനി അങ്കിളിന്റെ ദിലീപേട്ടന്, അതായത് ദിലീപേട്ടൻ പോലും ഒരു ഹ്യൂമർ സെൻസിന്റെ കാര്യത്തിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ടോപ്പ് നോച്ച് ഹ്യൂമർ സെൻസ് ഉള്ള ഒരാളായിരുന്നു ശ്രീനി അങ്കിള്. ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് ദിലീപേട്ടന് പെട്ടെന്ന്? ഒരുപാടുണ്ട്. ഇപ്പോൾ നമ്മൾ പല പ്രോഗ്രാംസിന് പോവുകയും മറ്റുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നടക്കിടയ്ക്ക് ഒരു ദിവസം ഞങ്ങൾ ഒരു പ്രോഗ്രാമിന് പോയിരിക്കുക. അപ്പോൾ ശ്രീനേട്ടനുണ്ട്, ഞാൻ വേറെ ആരൊക്കെയോ ഉണ്ട്. ചില ആൾക്കാർ വന്നിട്ടുണ്ടല്ലോ, അയ്യോ തമാശ ഒന്നും പറയണ്ട കേട്ടോ, ഇരിക്കുക കൊണ്ട് അടുത്ത സിനിമയിലിടും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവസരം എന്ന് പറഞ്ഞ് ചിരിച്ചു. പിന്നെയും കുറച്ച് എന്തോ പറഞ്ഞ് വേറെ ആരും എന്തോ തമാശ അടിച്ചോണ്ട് പോകാം കേട്ടോ, അടുത്തത് നമ്മൾ പിന്നെ സിനിമയെ കാണും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇയാള് കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പം ഞാൻ വിചാരിച്ചു, ദേമി ഇയാളുടെ അവസാനം എന്നാവും, ഇത് എപ്പോഴായിരിക്കും എന്നറിയില്ല.